ഹായ് ഫ്രണ്ട്സ്, നിങ്ങളായിരിക്കും ജോയ് ശ്യാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അമീർ സോയ് സ്കീ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് താഷ്കണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അമീർ സോയ് എന്ന് പറഞ്ഞ ഒരു സ്കീ റിസോർട്ടിന്റെ കാഴ്ചകളാണ്. രാവിലെ തന്നെ പിന്നെ ഞങ്ങൾ പോയിട്ട് ഒരു റെൻ്റേ കാർ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അമീർ സോയ് സ്കീ റിസോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെൻ്റേ കാർ എടുത്തത്. അപ്പോൾ റെൻ്റേ കാർ എടുക്കുന്നത് ഇവിടെ അത്ര ഒരു ഈസി പ്രോസസ്സ് അല്ല. ലാംഗ്വേജ് ബാരിയർ നല്ല രീതിയിലുണ്ടായിരുന്നു. പലതും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുത്തതും അവർ തിരിച്ചും ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ. റെൻ്റേ കാർ എടുത്തിട്ട് അമീർ സോയിലേക്കുള്ള യാത്ര നല്ല കിഡ്ലൻ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു അപ്പം മഞ്ഞ് വീണ മലകളും അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പുള്ള ആ ഒരു മൊത്തം ലാൻഡ്സ്കേപ്പ് കാണാൻ ഭയങ്കര ഒരു ഭംഗിയായിരുന്നു. ഈ അമീർ സോയ് എന്ന് പറയുന്നത് താഷ്കണ്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം താഷ്കണ്ടിന്റെ അടുത്തുള്ള ഒരു സ്കീ റിസോർട്ടാണ്. മഞ്ഞ് കാണാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു സീസണിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റെൻ്റേ കാർ എടുത്തിട്ട് വരികയാണ് ചെയ്തത്. നിങ്ങൾ റെൻ്റേ കാറൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഇതിന് ടോപ്പ് ലെവലിലേക്കുള്ള ഒരു പാർക്കിംഗ് ഉണ്ട്. 2 സെക്ഷൻ ആയിട്ടാണ്. ലോവർ സെക്ഷൻ ഉണ്ട്, അപ്പർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ലോവർ സെക്ഷനിൽ ഇപ്പം കേബിൾ കാർ വർക്ക് ചെയ്യുന്നില്ല, അപ്പർ സെക്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മുകളിലേക്ക് പാർക്കിങ്ങിന് തന്നെ 1 ലക്ഷം സോമ് കൊടുക്കണം. കേബിൾ കാറിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് ഇപ്പം 1,30,000 സോമാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ കയറുന്ന കേബിൾ കാറിന്റെ സെക്ഷൻ അനുസരിച്ച് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഏത് സെക്ഷനാണ് കയറുന്നത്, ചിലപ്പോൾ താഴെ സെക്ഷൻ കയറുകയാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതലാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അമീർ സോയ് മൗണ്ടിൻ്റെ മുകളിലാണുള്ളത്. മുകളിൽ എന്താണ് സ്നോൻ്റെ ഒക്കെ ഒരു സീസൺ അവസാനിച്ചിരിക്കുന്നത്. ചെറിയ സൈഡിൽ സ്നോ മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഏകദേശം ഏപ്രിൽ പകുതി ആവാനായിരുന്നു. അതുകൊണ്ടാണ് അവിടെ സ്നോ സീസണൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഒരു സ്നോൻ്റെ സീസണൊക്കെ ആണെങ്കിൽ ഇവിടെ മൊത്തം സ്നോ ആയിരിക്കും. ഇവിടെ തൊട്ടപ്പുറത്തെ മലിൻ്റെ മുകളിൽ മാത്രമാണ് സ്നോ ഉള്ളത്. അതിന് താഴെ ഭാഗത്തൊന്നും സ്നോ തീരെയല്ല. പിന്നെ അങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല റോഡൊന്നല്ല മിക്ക സ്ഥലത്തും ഉള്ളത്. മിക്ക സ്ഥലത്തും 50-60 ഇതിലാണ് റോഡുകളുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ക്യാമറകളും പോലീസുകാരുണ്ട്. അപ്പോൾ എല്ലാവരും ക്യാമറകളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത്. മിക്ക സ്ഥലത്തും റഡാർ എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഭാഗം ഒരു ഹൈവേ കൂടി വന്നപ്പോൾ ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ചില ഭാഗത്ത് നല്ല റോഡല്ലായിരുന്നു. അവിടെ നിന്നും അത്ര ഒരു പെർഫെക്റ്റ് റോഡല്ലായിരുന്നു. ചില ഭാഗത്ത് 4 വരി പാത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല, ചില ഭാഗത്ത് 6 വരി പാത വരെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് പോരാൻ പറ്റിയിരുന്നു. പിന്നെ ഇങ്ങോട്ട് അടുത്തപ്പോൾ കുറച്ചുകൂടി റോഡ് മോശമായി തുടങ്ങി. അങ്ങനെ ഒരു നല്ല റോഡായില്ല. പിന്നെ കുറച്ചൊരു മല കയറി വേണം ഇങ്ങോട്ട് വരാൻ. അപ്പം അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നൊരു മാസം എന്ന് പറയുന്നത് ഏപ്രിൽ പകുതിയോളായിട്ടുണ്ട്. അപ്പോൾ ഇത് മലിൻ്റെ മുകളിൽ മാത്രമേ കുറച്ച് മഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം താഴെ ഭാഗത്തൊക്കെ മഞ്ഞൊക്കെ ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ശരിക്കും സ്കീയിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
അപ്പോൾ ഞങ്ങൾ അമീർ സോയിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴോട്ട് കേബിൾ കാറിലേക്ക് വീണ്ടും കയറി. തിരക്കൊക്കെ കുറവാണ്, കേബിൾ കാറിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മഞ്ഞ് അധികം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സ്കീയിങ്ങിൻ്റെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടാകുമ്പോൾ മൊത്തം റഷ് ആവുക, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റിന് ക്യൂ നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ കേബിൾ കാറിൽ കയറാൻ ക്യൂ നിൽക്കേണ്ടിയൊക്കെ വരിക. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ പ്രശ്നങ്ങളൊന്നുമില്ല. സ്കീയിങ് സീസൺ അവസാനിച്ചതോടുകൂടി ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്ന മലകൾ കാണാം. പിന്നെ കാനിയൻ പോലത്തെ എന്താ ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ഇങ്ങനെ മലകൾ ഇങ്ങനെ മണ്ണിന്റെ കളറായൊക്കെ അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. കേബിൾ കാർ എന്നുള്ള കാഴ്ചകൾ നല്ല കിടിലൻ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. നല്ല മഞ്ഞുമൂടിയ മലകളും നല്ല പച്ചപ്പുള്ള പിന്നെ മലകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തൊരു റിസർവെയർ ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര നല്ല കിടിലൻ യാത്ര തന്നെയായിരുന്നു. നല്ല നല്ല മലനിരകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്വിറ്റ്സർലാൻഡിലൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അത്രയും ഭംഗിയുള്ള മലനിരകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ചെറമ്പാക്ക് റിസർവറിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു ഡാമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. നിങ്ങൾ അമേരിക്കയിലൊക്കെ വരികയാണെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. നല്ലൊരു വ്യൂ ആണ്. പിന്നെ ഞങ്ങളത് താഴോട്ടൊന്നും പോകുന്നില്ല, കുറച്ചും ദൂരം ഓടാനുണ്ട്. അപ്പോൾ പിന്നെ വ്യൂ കണ്ടിട്ട് പോകാനാണ് പ്ലാൻ. ഈ റിസർവറിന്റെ പിറകിലായിട്ട് ഇങ്ങനെ മഞ്ഞുമലകൾ കാണാം. ഇതിന്റെ ബാക്കിലായിട്ട് നല്ല രസമുണ്ട് കാണാൻ. മുകളിൽ മാത്രമേ മഞ്ഞുള്ളൂ, ബാക്കിയൊക്കെ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. റിസർവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ താഷ്കൻഡ് സിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു മാജിക് സിറ്റി കാണാനാണ് പോയത്. നല്ല രീതിയിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച ഒരു സിറ്റിയാണ് അത്. മാജിക് സിറ്റി എന്ന് പറയുന്നത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ ലൈറ്റൊക്കെ നല്ല സെറ്റ് ചെയ്തൊക്കെ ഒരുപാട് ബിൽഡിങ്സ് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനിലേക്ക് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ കണ്ടിരുന്നു നന്ദി.